ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? മിക്കുൻ്റെയും ജൂലിയുടെയും കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ. ഇന്ന് രാവിലെ ഇവർക്ക് ചോറാണ് കൊടുക്കുന്നത് കേട്ടോ. ചോറും അതിൻ്റെ കൂടെ ക്യാരറ്റും പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും ക്യാരറ്റും ചോറും കൂടെ ആട്ടോ ഇവർക്ക് കൊടുക്കുന്നത്. ഇവർക്കുള്ള ചോറ് നമ്മൾ സെപ്പറേറ്റ് വെക്കും. അപ്പോൾ ആ ചോറും പിന്നെ നമ്മൾ ക്യാരറ്റും ചിക്കനും കൂടെ അരിഞ്ഞ് വേവിച്ചിട്ട് അത് ചോറിലിട്ട് ഇളക്കി ഇവർക്ക് കൊടുക്കും കേട്ടോ. ആദ്യമായിട്ടാണ് അവർക്ക് ക്യാരറ്റ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ രാജി എന്ന് പറയുന്നൊരു ചേച്ചിയാട്ടോ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനത് അവർക്ക് ആ രീതിയിലാണ് കൊടുത്തത്. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അവർ നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഈ ബോൾ നമ്മൾ മിക്കുവിനും ജൂലിക്കും കൂടി വാങ്ങിയതാണ് കേട്ടോ. അപ്പം മിക്കു കളിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ജൂലിക്ക് അത് കളിക്കാൻ വേണ്ടി കൊണ്ട് കൊടുക്കുവാണേ. അപ്പം അവൾക്കും ഇഷ്ടമാണ്. പക്ഷെ അവളതിട്ട് കളിക്കത്തൊന്നുമില്ല. മിക്കു കളിക്കുന്ന പോലെ അതിട്ട് കളിക്കത്തില്ല. അത് മേടിച്ച് എൻ്റെ അടുത്തുനിന്ന് മേടിച്ച് അത് അവൾ ആ കൂടിൻ്റെ അങ്ങേ സൈഡിൽ കൊണ്ട് വെക്കും കേട്ടോ, ഭദ്രമായിട്ട്. ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ മുട്ട സൂക്ഷിക്കുന്നത് പോലെ ബോളെടുത്ത് അവിടെ സൂക്ഷിച്ച് അവിടെ വെക്കും കേട്ടോ. അവളുടെ കയ്യിൽ നിന്ന് ബോൾ തിരിച്ച് നമ്മൾ ഒരു കോല് വെച്ച് തോണ്ടിയെടുത്താലും വീണ്ടും അത് അവൾ അവിടുന്ന് കടിച്ചെടുത്ത് ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് വെക്കും കേട്ടോ. അതുമായിട്ട് വേറെ കളിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് അവൾക്കതവിടെ കണ്ടുകൊണ്ടിരിക്കണേ. നമ്മുടെ ജൂലി ഒരു മിടുക്കി കുട്ടിയാട്ടോ, സുന്ദരിയാണ്, കാണാനൊക്കെ നല്ല രസമാണ്. അവളുടെ വാല് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, മുറിഞ്ഞു പോയതാണ്. അപ്പം നമ്മളിവിടെ 3 തടത്തിലായിട്ട് 10-15 പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ അതിന് വെള്ളം ഒഴിക്കുമായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നിറയും പുല്ല് പിടിച്ചിരിക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ച് കളയാൻ വേണ്ടിയിട്ടാട്ടോ ഇനി ഞാൻ പോകുന്നത്. അപ്പം മിക്കുവിനെ ഞാൻ കൂട്ടിയിട്ടു. കാരണം വെള്ളമൊക്കെ ഒഴിക്കുന്ന കാരണം അവൻ ദേഹം മൊത്തവും ചെളിയാക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് കൂട്ടിലിട്ടിട്ടാണ് ഇനി പുല്ല് പറിക്കാൻ പോകുന്നത്. ഇതിന് വള്ളി കെട്ടിയതും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നതും എല്ലാം ചേട്ടായാട്ടോ. തടമൊക്കെ വൃത്തിയാക്കിയിട്ട് കൊടുക്കും ഞാൻ. തടമൊക്കെ അതിന് റെഡിയാക്കി കൊടുത്തതൊക്കെ ഞാനാണ്. ചേട്ടാ അത് നട്ട് പിന്നെ അതിന് വള്ളിയൊക്കെ കെട്ടി ചേട്ടായാട്ടോ അതിന് ഇത്ര ആക്കി എടുത്തത്. നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ എന്നും 2 നേരം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴും പുല്ല് ഭയങ്കരമായിട്ടും വളരും കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറിച്ചു കൊടുക്കണം. എല്ലാ ആഴ്ചയിലും പറിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഫുള്ള് പച്ചക്കറിനെ കഴിഞ്ഞും കൂടുതൽ പുല്ലായി പോകും. പിന്നെ ഇത് ഇങ്ങനത്തെ കുറച്ച് ഗ്രോ ബാഗുകൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഷീറ്റ് മിച്ചം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഷീറ്റ് ഇട്ടതിൻ്റെയൊക്കെ. അപ്പോൾ അത് വട്ടത്തിലാക്കിയിട്ട് കെട്ടി വെച്ചിരിക്കുക കേട്ടോ, വള്ളി വെച്ചിട്ട്. എന്നിട്ട് ഈ മണ്ണും എല്ലാ കരിയിലെ മണ്ണൊക്കെ നിറച്ചിട്ട് അതിലാട്ടോ പല ചെടികളും നട്ടിരിക്കുന്നത്. മിക്കൂസ് ആണെങ്കിൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവനൊരു സമാധാനവും കിട്ടുന്നില്ല. ഞാൻ വെളിയിൽ എവിടെ പോയാലും മിക്കുവിനെ കൂടെ കൊണ്ടുപോകണം കേട്ടോ, അല്ലെങ്കിൽ അവന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ലേ. അപ്പം ഞാൻ പുല്ലൊക്കെ പറിച്ച് തടമെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല വൃത്തിയായി കിടപ്പുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ പുല്ലാവും കേട്ടോ. ഇവിടെ നമ്മൾ ഈ പയറെല്ലാം പറിച്ച് ഇതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തതും നടും. അപ്പോൾ മിക്കപ്പോഴും ഇവിടെ പയറിങ്ങനെ നടാറുണ്ട് കേട്ടോ. നട്ട് കഴിയുമ്പം പയറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പന്തലയിലെല്ലാം നിറയും കയറി കഴിയുമ്പോൾ നല്ല രസമാട്ടോ ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു തണലും മുറിക്കകത്ത് നല്ല തണുപ്പും ഒക്കെ കിട്ടും കേട്ടോ. മിക്കുവിനെ വെളിയിലേക്ക് എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ അവൻ എന്നെ കിടന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ അവൻ കിടന്ന് പേടിപ്പിക്കുക കേട്ടോ, അവനെ വെളിയിലേക്ക് എടുക്കാത്തതുകൊണ്ട്. ഞാൻ പോകുന്ന വഴിയെല്ലാം മിക്കുവിനെയും കൊണ്ടുപോകണം കേട്ടോ, അത് അവന് നിർബന്ധമാണ്. ഞാനൊരു കറിവേപ്പില പറിക്കാൻ പോയാലും അവൻ എൻ്റെ കൂടെ വരണേ. പിന്നെ ഞങ്ങൾ ഇന്നലെ ഏറ്റുമാനൂർ വരെയും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പം ജൂലിക്ക് വേണ്ടിയിട്ട് പുതിയൊരു തുടൽ മേടിച്ചുകൊണ്ട് വന്നേ. അവളുടെ ബെൽറ്റൊക്കെ ഞാൻ ഇന്നലെ ഊരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബെൽറ്റും പിന്നെ തുടലും ഇട്ട് അവളെ കൂട്ടിയിൽ നിന്ന് ഇറക്കി കുറച്ച് നേരം നടത്തുകയൊക്കെ ചെയ്തു. ജൂലി അപ്പോൾ ഇവിടെ നിന്ന് സ്ഥലം വിടാൻ നോക്കി കേട്ടോ. അതുകൊണ്ട് ഞാൻ അവളെ അവിടെ ഒരു ചെറിയൊരു ചെടി ഉണ്ടായിരുന്നു, അതിലേക്ക് ആ തുടലെടുത്ത് കോർത്തിട്ട് കേട്ടോ. അപ്പം മിക്കു കിടന്ന് ബഹളം ഉണ്ടാക്കി ജൂലിയുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മിക്കുവിനെയും കൂടെ ജൂലിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ജൂലി അവിടെ നമ്മുടെ പുതുതായിട്ടുണ്ടാക്കുന്ന കൂടിൻ്റെ മേളിൽ കയറി സ്ഥാനം ഉറപ്പിച്ചു കേട്ടോ. അപ്പോൾ മിക്കുതേ ജൂലീനെ കണ്ടപ്പോൾ വാലാട്ടലും കാര്യങ്ങളൊക്കെ ആട്ടോ. നേരത്തെ ആയിരുന്നെങ്കിൽ മിക്കു ഭയങ്കര കുരയൊക്കെ ആയിരുന്നു, ജൂലിനെ ഒത്തിരി പേടിപ്പിക്കുമായിരുന്നു. ഇപ്പം മിക്കുവിന് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പം ജൂലിയും മിക്കും ഭയങ്കര സന്തോഷത്തിലാണ്, അവരവരുടേതായ ലോകത്തിലാട്ടോ. ജൂലിക്കും മിക്കുവിനെ ഭയങ്കര ഇഷ്ടമാണ്.
മിക്കു തരം കിട്ടിയ വഴക്കുണ്ടാക്കാനും ഒക്കെ നോക്കും, എന്നാലും മിക്കുവിന് ഇഷ്ടാട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ മിക്കുവിനെ കുളിപ്പിക്കാമെന്ന് വെച്ചു കേട്ടോ. ദേഹത്തെല്ലാം ചെളിയാക്കിയിട്ടുണ്ട്, പിന്നെ കുളിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അലക്കല്ലേ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജൂലീനെയും കുളിപ്പിച്ചായിരുന്നു കേട്ടോ. ജൂലീനെ ഞാൻ കുളിപ്പിച്ച് കൂട്ടിലാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം മിക്കുവിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനും മിക്കുവും കൂടെ കുറച്ച് സെൽഫിയൊക്കെ എടുക്കാമെന്ന് കരുതി. പക്ഷേ എത്ര വിളിച്ചിട്ടും മിക്കു വരുന്നില്ല കേട്ടോ. മിക്കു ആണ് എന്നെ ഭയങ്കര സ്നേഹപ്രകടനവും ഇക്കിളി എടുപ്പിക്കുകയൊക്കെ കേട്ടോ, ഈ ചെറുക്കാപ്പി. മിക്കുവിനോടൊന്ന് ക്യാമറയ്ക്കിട്ട് നോക്കാൻ പറഞ്ഞിട്ട് മിക്കു എന്ത് ചെയ്താൽ ക്യാമറയിലേക്ക് നോക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവർക്ക് വേണ്ടി പെഡിഗ്രിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാ ദിവസമൊന്നും കൊടുക്കത്തില്ല കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇവർക്ക് കൊടുക്കത്തുള്ളൂ. ചിലർ കമൻ്റ് ഇട്ടായിരുന്നു ഇങ്ങനെ പെഡിഗ്രിയൊക്കെ കൊടുക്കുന്നത് ചീത്തയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെന്നും കൊടുക്കാറില്ല കേട്ടോ. കൂടുതലും വീട്ടിലെ ഫുഡ് തന്നെ എപ്പോഴും കൊടുക്കുന്നത്. ചോറോ മീനോ ചിക്കനും മുട്ടയും അങ്ങനെയൊക്കെ കേട്ടോ. മുട്ടയൊന്നും എന്നും കൊടുക്കത്തില്ല, ആഴ്ചയിൽ 1-2 തവണയൊക്കെ കൊടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ പേര് ഒത്തിരി അഭിപ്രായങ്ങളും നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. പിന്നെ ഒരാൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നത് വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന്, ഇവർക്ക് കൊടുക്കുന്നതൊക്കെ. അപ്പം അതുകൊണ്ടാട്ടോ ഞാനിന്ന് അവർ ഫുഡ് കഴിക്കുന്നതൊന്നും ഒത്തിരി എടുക്കാഞ്ഞത്. കുറച്ച് മാത്രം ചെറിയ ക്ലിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എല്ലാവർക്കും നമ്മുടെ മിക്കുവിനോടും ജൂലിയോടും ഒക്കെ ഒരു സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളോട് ഒരാൾ പറഞ്ഞായിരുന്നു, ഇങ്ങനെ കമൻ്റ് ഇട്ടായിരുന്നു, ഇവരെ കൂട്ടിലിടരുത്, അഴിച്ചു വിട്ട് വളർത്തണം, വീടിനകത്ത് വളർത്തണം എന്നൊക്കെ. പക്ഷെ ഇപ്പം നമുക്ക് അത് നമ്മൾ താമസിയാതെ തന്നെ അതിനെന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ ആട്ടിൻകുഞ്ഞാട്ടോ. ഇവനെ കാണിച്ചിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് അവൻ്റെ ഒരു ക്ലിപ്പും കൂടെ ഇട്ടേക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് ജൂലിയുടെ അടുത്തേക്ക് വന്നപ്പം ഇവിടെ സ്ഥിരമായിട്ട് 2-3 പ്രാവുകളൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്ന് അരിമണിയും വെള്ളമൊക്കെ കുടിക്കും, അരിമണി തിന്നാനൊക്കെ വന്നാൽ കേട്ടോ. അവർക്ക് വേണ്ടി കുറച്ച്, അവർക്കും പിന്നെ കാക്കകൾക്കും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് അരിയും വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിക്കാൻ വന്നാൽ കേട്ടോ ഇവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മിക്കുവിൻ്റെയും ജൂലിയുടെയും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.